കൂട്ടുകാരെ, ഞങ്ങളുടെ ചിപ്പിക്കഥകൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു വലിയ നദിക്കരയിൽ ഒരു അത്തിമരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. അവൻ ഒറ്റയ്ക്കായിരുന്നുവെങ്കിലും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. അത്തിപ്പഴങ്ങൾ പറിച്ചു തിന്നും പാട്ടുപാടിയും ചാടിയും അവൻ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒരു ദിവസം നദിയിൽ നിന്ന് ഒരു മുതല കരയിലേക്ക് വന്നു. വളരെ ദൂരം നീന്തിയതുകൊണ്ട് തന്നെ അതിന് വലിയ വിശപ്പായിരുന്നു. അത് കുരങ്ങനെ നോക്കി പറഞ്ഞു, സുഹൃത്തേ, എനിക്ക് വളരെ വിശക്കുന്നു, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ? ദയുള്ള കുരങ്ങൻ ഉടനെ തന്നെ കുറച്ച് അത്തിപ്പഴങ്ങൾ പറിച്ച് മുതലയ്ക്ക് കൊടുത്തു. പഴങ്ങളുടെ മധുരം മുതലയ്ക്ക് വളരെ ഇഷ്ടമായി. നന്ദി സുഹൃത്തേ, മുതല സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ നാളെ വീണ്ടും വരാവേ. നിനക്ക് എപ്പോ വേണമെങ്കിലും വരാലോ, കുരങ്ങൻ ചിരിച്ചുകൊണ്ടും പറഞ്ഞു. അതിനുശേഷം ഓരോ ദിവസവും മുതല വന്നു. ഇരുവരും ഒരുമിച്ച് അത്തിപ്പഴങ്ങൾ തിന്നും കഥകൾ പറഞ്ഞും നല്ല സുഹൃത്തുക്കളായി മാറി. ഒരു ദിവസം മുതല പറഞ്ഞു, എനിക്ക് ഒരു ഭാര്യയുണ്ട്. ഞങ്ങൾ നദിയുടെ മറുകരയിലാണ് താമസിക്കുന്നത്. അത് കേട്ട കുരങ്ങൻ സന്തോഷത്തോടെ പറഞ്ഞു, ആഹാ, അങ്ങനെയാണോ? എന്നാൽ ഈ കുറച്ചു പഴങ്ങൾ നിന്റെ ഭാര്യയ്ക്കും കൂടി കൊണ്ടുപോയി കൊടുക്കൂ. മുതല പഴങ്ങൾ വീട്ടിലെത്തിച്ചു. മുതലയുടെ ഭാര്യയ്ക്കും ആ പഴങ്ങൾ വളരെ ഇഷ്ടമായി. പക്ഷേ അവൾക്ക് ഒരു അസൂയ തോന്നി. തൻ്റെ ഭർത്താവ് ദിവസവും ആ കുരങ്ങന്റെ അടുത്ത് പോകുന്നത് അവൾക്ക് ഇഷ്ടമായതേയില്ല. അവൾ മനസ്സിൽ വിചാരിച്ചു, ഈ കുരങ്ങൻ ദിവസവും ഇത്ര മധുരമുള്ള പഴം മാത്രമല്ലേ തിന്നുന്നത്, എന്നാൽ അവൻ്റെ ഹൃദയവും വളരെ മധുരമുള്ളതായിരിക്കും. അങ്ങനെ ദുഷ്ടബുദ്ധിയോടെ അവൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ആ കുരങ്ങൻ്റെ ഹൃദയം തിന്നണം. അത് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത് കേട്ട മുതല ഞെട്ടിപ്പോയി. സുഹൃത്തിനെ കൊല്ലാൻ അതിന് മനസ്സില്ലായിരുന്നു. പക്ഷേ ഭാര്യയുടെ വാക്കുകൾ അവനെ ആശയക്കുഴപ്പത്തിലാക്കി. അടുത്ത ദിവസം മുതല കുരങ്ങനെ സമീപിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തേ, എൻ്റെ ഭാര്യ നിന്നെ കാണണമെന്ന് പറയുന്നു. നീ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരുമോ? കുരങ്ങൻ വളരെ അധികം സന്തോഷിച്ചു. പക്ഷേ നദി കടക്കാൻ അവന് കഴിയില്ലായിരുന്നു. അപ്പോൾ മുതല പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, എൻ്റെ പുറത്ത് കയറി ഇരുന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറി. മുതല നദിയുടെ നടുവിലെത്തിയപ്പോൾ പതുക്കെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങാൻ തുടങ്ങി. ഭയന്ന കുരങ്ങൻ ചോദിച്ചു, എന്താണ് ഈ ചെയ്യുന്നത്? മുതല തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, സത്യം പറയാ സുഹൃത്തേ, എൻ്റെ ഭാര്യയ്ക്ക് നിന്റെ ഹൃദയം വേണം. അതിനാലാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. കുരങ്ങൻ ഒരു നിമിഷം പേടിച്ചെങ്കിലും ഉടൻ ബുദ്ധി പ്രയോഗിച്ചു. അവൻ ശാന്തമായി പറഞ്ഞു, അയ്യോ, നീ ഇത് മുമ്പേ പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം ഞാൻ മരത്തിൽ വെച്ചാണ് വന്നത്. ഞങ്ങൾ കുരങ്ങന്മാർ ഹൃദയം പുറത്തു വെക്കാറുണ്ട്. തിരിച്ചു കൊണ്ടുപോയാൽ ഞാൻ അത് കൊണ്ടുതരാം. മുതല അത് ശരിയാണെന്ന് വിശ്വസിച്ചു. അവൻ സന്തോഷത്തോടെ തിരിച്ച് കരയിലേക്ക് നീന്തി. കരയിലെത്തിയ കുരങ്ങൻ ഉടനെ വേഗം തന്നെ മരത്തിലേക്ക് ചാടി. മുകളിൽ നിന്ന് അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, മണ്ട മുതലേ, ആരെങ്കിലും ഹൃദയം പുറത്തു വെച്ച് നടക്കുമോ? സ്വന്തം സുഹൃത്തിന്റെ ജീവൻ പോലും ഭാര്യയുടെ വാക്ക് കേട്ട് കൊടുക്കാൻ നീ തയ്യാറായല്ലേ? നീ വലിയൊരു മൂഢനാണ്. മുതലയ്ക്ക് തൻ്റെ തെറ്റു മനസ്സിലായി. ലജ്ജയോടെ തല കുനിച്ച് അത് നദിയിലേക്ക് മടങ്ങിപ്പോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.